ഇടങ്ങളിൽ എത്ര പേരുടെ ലൈഫിൽ ഇങ്ങനെ ഒരാളുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ആരുടെങ്കിലും ഒരാളുടെ ലൈഫിൽ ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ യു ആർ നോട്ട് ജസ്റ്റ് ലക്കി, ആക്ച്വലി യു ആർ ബ്ലെസ്ഡ്. അതായത് ഒരു ഹീലിംഗ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു സീക്രട്ട് കീപ്പർ, ഇങ്ങനെ ഒരാളെ നിങ്ങളെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ അതൊരു ഭാഗ്യം മാത്രമല്ല. ആക്ച്വലി യെസ്, അതൊരു ഭാഗ്യമാണ്. അതിൻ്റെ അപ്പുറത്തോട്ട് അതൊരു അനുഗ്രഹമാണ്. അത് ഞാൻ പറയാൻ കാരണം വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്നത്തെ കാലത്ത് എല്ലാവരും പല കാര്യങ്ങളിലും തിരക്കിലാണ്. പല ഉത്തരവാദിത്വങ്ങളും പല സ്വപ്നങ്ങളും നേടിയെടുക്കാൻ, പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാനും, സ്ട്രഗിളിങ്, ഹാർഡ് വർക്കിംഗ് ഒക്കെ എല്ലാവരും പല കാര്യത്തിൻ്റെ പുറകെ രാപ്പകലില്ലാണ്ട് കഷ്ടപ്പെട്ട് ഓടി നടക്കുന്ന സമയമാണ്. പല ആളുകൾക്കും പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ചില ആളുകൾക്ക് ഹെൽത്ത് ഇഷ്യൂസ്, ചില ആളുകൾക്ക് ഫാമിലി ഇഷ്യൂസ്, ചില ആളുകൾക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പ്രശ്നങ്ങളിലൂടെയാണ് നൂറുകണക്കിന് ആളുകളും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എടാ, അത്രയും ആളുകളുള്ള ഈ ഒരു ലോകത്ത് നമുക്ക് വേണ്ടി ഒരാൾ സമയം കണ്ടെത്തുക, നമ്മളെ കാര്യങ്ങൾ കേൾക്കാൻ, അതുപോലെ തന്നെ നമ്മളൊരു വിഷമം പറഞ്ഞ് അയാളെടുത്ത് ചെല്ലുന്ന സമയത്ത് നമ്മൾ ആശ്വസിപ്പിക്കാൻ, നമ്മൾ മനസ്സിലാക്കാനൊക്കെ ഒരാൾ നമുക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വെറുതെ ആലോചിച്ച് നോക്ക്. അത് ഭാഗ്യം മാത്രമാണോ? അതാ ഞാൻ പറഞ്ഞത്, യു ഗൈസ് ആർ നോട്ട് ജസ്റ്റ് ലക്കി, യു ആർ ബ്ലെസ്ഡ്. അത് വലിയൊരു അനുഗ്രഹമാണ്. അതായത് അങ്ങനെ ഒരാളെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നമുക്കിങ്ങനെ സിറ്റുവേഷൻസ് ആണ് കാണിച്ചു തരിക. ഇങ്ങനെയുള്ള ആളുകളെ പെട്ടെന്ന് പരിചയപ്പെടുന്ന ഒരാൾ നമുക്കൊരു സീക്രട്ട് കീപ്പർ ആകാനോ അല്ലെങ്കിൽ ഒരു ഹീലിംഗ് പേഴ്സൺ ആവുന്നില്ല. അതായത് നമ്മളിങ്ങനെ ഓരോ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ആരാണ് ആ ഒരു പൊസിഷൻ അർഹിക്കുന്നത് എൻ്റെ ലൈഫിൽ, അല്ലെങ്കിൽ ആരാണ് എൻ്റെ ലൈഫിലെ ഹീലിംഗ് പേഴ്സൺ, സീക്രട്ട് കീപ്പർ. ഇത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും സംഭവിക്കും. ആ ഒരു സമയത്താണ് നമ്മൾ ഇവരെ റിയലൈസ് ചെയ്യുക, തിരിച്ചറിയാം. അങ്ങനെ തിരിച്ചറിയുന്ന സമയത്ത് മേ ബി നമ്മൾ പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും ഇവർക്ക് സൊല്യൂഷൻസ് പറഞ്ഞു തരാനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ കേൾക്കും. അറ്റ്ലീസ്റ്റ് നമ്മൾ പറയുന്ന ഇമോഷൻസ് ആ ഒരു ഡെപ്തിൽ അവർ മനസ്സിലാക്കാൻ ട്രൈ ചെയ്യും. മറ്റുള്ളവരിൽ നിന്ന് ഇവരെ ഡിഫറെൻ്റ് ആക്കുന്നതിന് ആ ഒരു കാര്യമാണ്. ഇവരുടെ കാര്യങ്ങളുടെ ഇടയിൽ പോലും ഇവർ നമുക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ട്. ഈ ലോകത്ത് ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നതിൽ ഏറ്റവും വിലയുള്ളൊരു കാര്യമാണ് സമയം എന്ന് പറയുന്നത്. പല ആളുകളും അത് പൈസ എന്ന് പറയും. ആക്ച്വലി പൈസ എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ഫാർ ബെറ്റർ വാല്യൂ ഉള്ളൊരു കാര്യമാണ് ഒരാൾ നമുക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നത്. സീരിയസ്ലി ഇതിൻ്റെ ഒരു മീനിങ് മനസ്സിലാക്കാൻ നിങ്ങളെ ലൈഫിൽ തന്നെ സ്വയം ഒന്ന് ആലോചിച്ചാൽ മതി. ഇന്ന് ഈ ഒരു കാര്യം ഉണ്ടല്ലോ, ഒരാൾ നമ്മളെ കേൾക്കുക, നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇതിനു വേണ്ടി ആളുകളെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫേക്കായ ഒരുപാട് ആളുകൾ കിട്ടും. ബട്ട് ദ റിയൽ വൺ ഇസ് റയർ. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഫേക്ക് അഭിനയിച്ച് നിൽക്കാൻ നമ്മുടെ കൂടെ 100 കണക്കിന് ആളുകളുണ്ടാവും. പക്ഷെ അതൊക്കെ അഭിനയമാണെന്നും സാഹചര്യങ്ങൾ നമുക്ക് കാണിച്ചു തരും. അതാണ് പറഞ്ഞത്, സിറ്റുവേഷൻസ് ആണ് ഇങ്ങനെയുള്ള ആളുകൾ നമുക്ക് കാണിച്ചു തരാം. റിയൽ ആണോ ഫേക്ക് ആണോ? അതായത് ഓരോ സാഹചര്യങ്ങളിലും ഓരോ പോയിന്റ് എത്തുന്ന സമയത്ത് ലൈഫ് ഇങ്ങനെ ഒരു മിറർ പോലെ നമുക്ക് മുന്നിൽ നിൽക്കും. ആ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ കാണാം, ഒരു കണ്ണാടിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഇങ്ങനെ കാണാം നമ്മൾ നിൽക്കുന്ന ആ ഒരു പോയിന്റും. ആ ഒരു സമയത്താണ് നമ്മൾ റിയലൈസ് ചെയ്യുക, യെസ് ദാറ്റ്സ് ദ പേഴ്സൺ. അതാണ് ആള് നമ്മുടെ ലൈഫിലെ വാല്യുബിളായ ഒരു ഹീലിംഗ് പേഴ്സൺ. അതായത് ഇപ്പം നമുക്കൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ, നമുക്കൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ, ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നിന്ന് ആദ്യം ഡയൽ പോവുക ആ ഒരാളിലേക്കോ. അതായത് ഇതിന് ഓഫ്കോഴ്സ് നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്, പക്ഷെ നെഗറ്റീവ് സൈഡ്സ് അല്ല ഞാനിപ്പോൾ പറയുന്നത്. കാരണം ഏതൊരു കാര്യത്തിനും 2 സൈഡുള്ളതെന്ന് പോലെ ഇതിനും നമുക്ക് നെഗറ്റീവ് സൈഡുകൾ ഉണ്ട്. ബട്ട് എങ്കിൽ പോലും ഇതൊരു ഭാഗ്യമാണ്. സോ എനിക്ക് പറയാൻ ഇതിന് ഇഷ്ടം ഇപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് ആണ്. നമ്മുടെ ഫോണിൽ നിന്ന് ആദ്യത്തെ ഡയൽ പോവുക അവർക്കാണ്. എന്നിട്ട് നമ്മൾ അവരോട് സംസാരിക്കും, നമ്മൾ ആ കാര്യം ഷെയർ ചെയ്യും. പല ആളുകളും കേൾക്കുന്ന പല ആളുകളും ഇതിനെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകും. അതായത് എനിക്ക് അത് ഇഷ്ടമാണ്, ഉള്ളിൽ പ്രണയമാണ് എന്നൊക്കെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകും. എടാ, ഒരു സീക്രട്ട് കീപ്പറോട്, ഒരു ഹീലിംഗ് പേഴ്സണോട് എല്ലാവർക്കും പ്രണയം തോന്നണമെന്നൊന്നുമില്ല. ഓഫ്കോഴ്സ് യെസ്, തോന്നുന്ന ആളുകളുണ്ട്. പക്ഷെ അത് എല്ലാവരെയും ജനറലൈസ് ചെയ്ത് പറയരുത്.
ചില ആളുകൾക്ക് അവരുടെ ലൈഫിൽ വളരെ നല്ല ഹീലിംഗ് പേഴ്സൺസ് ഉണ്ട്, വളരെ നല്ല സീക്രട്ട് കീപ്പേഴ്സ് ഉണ്ട്. നമ്മൾ പറയുന്ന കാര്യം രഹസ്യമായി സൂക്ഷിക്കാൻ കഴിയുന്ന ഒരാൾ. 4 ആൾ കൂടുമ്പോൾ തമാശയ്ക്ക് വേണ്ടി നമ്മൾ പറഞ്ഞൊരു രഹസ്യം അവിടെ എടുത്തിടാതെ ആ രഹസ്യത്തിനെ റെസ്പെക്റ്റ് ചെയ്ത് നമുക്കൊരു വാല്യൂ തന്നുകൊണ്ട് നമ്മുടെ സീക്രട്ട് കീപ്പ് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. അതാണ് റിയൽ സീക്രട്ട് കീപ്പേഴ്സ്. ആളുകളോട് പ്രണയം തോന്നുന്ന ആളുകളുണ്ട്, പക്ഷെ എല്ലാവർക്കും പ്രണയം തോന്നൂല. കാരണം ആ ഒരു പൊസിഷൻ മനസ്സിലാക്കുന്ന, റെസ്പെക്റ്റ് ചെയ്യുന്ന മറ്റൊരുപാട് പേരുണ്ട്. ആ ഒരാളോട് പ്രണയം തോന്നുന്നത് മോശമാണ് എന്നല്ലട്ടെ ഞാൻ പറയുന്നത്, പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. അതായത് കേൾക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരാളിൻ്റെ ലൈഫിൽ ഉണ്ട് എന്ന് നമ്മൾ ഒരാളോട് പറയുമ്പോൾ 90% ആളുകളും പ്രെഡിക്റ്റ് ചെയ്യുന്ന, ജഡ്ജ് ചെയ്യുന്നൊരു കാര്യമാണത്. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രണയമുണ്ട്, ഒരു ഇഷ്ടമുണ്ടെന്നൊക്കെ. അങ്ങനെ ജഡ്ജ് ചെയ്യരുത്. അത് നല്ലൊരു ബ്യൂട്ടിഫുൾ കണക്ഷൻ ആകാം. അതുകൊണ്ടാണ് അത്രയും നല്ലൊരു സീക്രട്ട് കീപ്പറായി മാറാനും അയാൾക്ക് കഴിഞ്ഞത്. അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു ഹീലിംഗ് പേഴ്സണായി കൂടെ നിൽക്കാനും അയാൾക്ക് പറ്റിയത്. അതായത് നമ്മളൊരു പ്രശ്നത്തിൽ നിൽക്കുന്ന സമയത്ത് പരിഹാരം പറഞ്ഞു തരാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ പറയുമ്പോൾ ആ പ്രശ്നം എന്താണെന്ന് കേൾക്കാനും അത് മനസ്സിലാക്കാനും അയാളുടെ ലൈഫിലെ വാല്യുബിളായ സമയമാണ് നമുക്ക് വേണ്ടി അയാൾ സ്പെൻഡ് ചെയ്യുന്നത്. അത് ഭാഗ്യമല്ലടാ നമ്മളെ. അങ്ങനെ ആളെ കിട്ടുന്നതല്ലേ സത്യത്തിൽ നമ്മളെ ഭാഗ്യം. അതാ ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരാളെ നിങ്ങളെ ലൈഫിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നഷ്ടപ്പെടുത്താൻ ഒരിക്കലും നോക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അങ്ങനെയുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അതത്ര പെട്ടെന്നൊന്നും നഷ്ടപ്പെടില്ല. കാരണം അവിടെ ഒരു ജെന്യൂൻ കണക്ഷൻ വരുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ളൊരു കണക്ഷൻ അവിടെ, ഒരു ജെന്യൂൻ കണക്ഷൻ ഉണ്ടായത് കൊണ്ടാണ് ആ ഒരാൾ നമ്മുടെ സീക്രട്ട് കീപ്പർ ആയതും ഒരു ഹീലിംഗ് പേഴ്സൺ ആയതും. സോ അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെടുത്താൻ നോക്കൊന്നും വേണ്ട, നഷ്ടപ്പെടാതെ പിടിച്ചു നിർത്താനും നോക്കണ്ട. നഷ്ടപ്പെടില്ല, അതവിടെ ഉണ്ടാവും. പിന്നെ ചില ആളുകൾക്ക് മിസ്സാവും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്രയും കാലം വന്ന ഒരു കണക്ഷൻ പെട്ടെന്ന് മാറി തുടങ്ങുമ്പോഴാണ് ആ ഡിസ്റ്റൻസ് വരാം. സ്വാഭാവികമായിട്ട് പോകെ ആ ഡിസ്റ്റൻസ് കൂടും, കണക്ഷൻ കുറയും. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുമല്ലോ. ആ ഒരു ബാലൻസ് തെറ്റി തുടങ്ങുന്ന സമയത്താണ് ചില ആളുകൾക്ക് അങ്ങനെ ഒരാളെ മിസ്സായി പോകുന്നത്. പക്ഷെ എങ്കിൽ പോലുടാ, അങ്ങനെ ഒരാളെ നമ്മുടെ ലൈഫിൽ നിന്ന് മിസ്സായി കഴിഞ്ഞാലും ജെന്യൂൻ ആയിട്ടുള്ള ഒരു കണക്ഷൻ തോന്നിയ ഒരാളാണെങ്കിൽ നമ്മൾ ഉള്ളിൽ നിന്ന് ഒരു കാര്യം നമ്മളോട് ഇങ്ങനെ പറയും. നമുക്കിടയിൽ ഉണ്ടായ സീക്രട്സ് ഒന്നും അയാൾ ഒരിക്കലും പുറത്ത് പറയില്ല. അതെങ്ങനെയാണ്? അയാൾക്ക് പുറത്ത് പറയാൻ കഴിയൂല. ഓഫ്കോഴ്സ് നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ലെങ്കിലും, ഇപ്പോൾ നമ്മൾ അകന്നു പോയെങ്കിലും, ഒരിക്കലും അടുത്ത സമയത്ത് എൻ്റെ ഏറ്റവും നല്ലൊരു സീക്രട്ട് കീപ്പറായിരുന്നു, എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ഹീലിംഗ് പേഴ്സൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ രഹസ്യങ്ങളൊക്കെ മരണം വരെ രഹസ്യങ്ങളായി തന്നെ ആ ഒരാളിൽ നിൽക്കും. അത് പല ആളുകളുടെ ഉള്ളിൽ നിന്ന് പറയും. എത്ര അകന്നു പോയി കഴിഞ്ഞാലും പുറത്ത് പറയില്ല. അതൊരു വിശ്വാസമാണ്, അതൊരു കണക്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരാളെ എങ്ങനെ കണ്ടെത്താം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ റിപ്പീറ്റ്, സിറ്റുവേഷൻസ്, ലൈഫിൽ വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് മുന്നിൽ തെളിയുന്ന കുറച്ച് മുഖങ്ങളുണ്ടാവും. നിങ്ങളുടെ മനസ്സിൽ വരുന്ന കുറച്ച് പേരുകൾ. ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത ആളുകളാകാം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ല സീക്രട്ട് കീപ്പറായി മാറുക. ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാതെ റാൻഡമായി കണ്ടുമുട്ടി, റാൻഡമായി കമ്പനിയായി. പറയുമ്പോൾ അധികം കമ്പനി ആകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി അതൊരു നല്ല സീക്രട്ട് കീപ്പറാണ്. ഹി ഓർ ഷീ ഇസ് ദ ബെസ്റ്റ് ഹീലിംഗ് പേഴ്സൺ ഇൻ മൈ ലൈഫ്. ഈ ഒരു തോട്ട് നിങ്ങൾക്ക് വരും. അതിന് നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട് ആകണമെന്നില്ല, ക്ലോസ് ഫ്രണ്ട് ആകണമെന്നില്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിലാകണമെന്നില്ല, ഒന്നുമില്ല. അതാ പറഞ്ഞ സിറ്റുവേഷൻസ്, സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുതരിക അങ്ങനെ ഒരാളെ. സോ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആ ആളുകളോട് നിങ്ങൾ എത്രയൊക്കെ പ്രശ്നങ്ങളിൽ അവരുമായിട്ട് നിന്ന് കഴിഞ്ഞാലും, എന്തൊക്കെ പ്രശ്നങ്ങൾ അവരായിട്ട് സംഭവിച്ചു കഴിഞ്ഞാലും, ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കും അവർക്കും ഉള്ളൊരു വിശ്വാസമുണ്ട്. ട്രസ്റ്റ് ബ്രേക്ക് ആവില്ല. പറഞ്ഞ രഹസ്യങ്ങൾ എന്നെന്നും രഹസ്യങ്ങളായി നിലനിൽക്കും. അതാണടാ ആ കണക്ഷൻ, സച്ച് എ ബ്യൂട്ടിഫുൾ കണക്ഷൻ. അതേ പറഞ്ഞു, ഇങ്ങനെ ഒരാളെ ലൈഫിൽ കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യം മാത്രമല്ല, അനുഗ്രഹം കൂടിയാണ്. അതുപോലെ തന്നെ ഒന്ന് സ്വയം മറ്റൊരു കാര്യം കൂടെ ആലോചിക്കണം. നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരാളുണ്ടോ എന്നതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരാളുടെ ലൈഫിലെ സീക്രട്ട് കീപ്പറാണോ? ആണെങ്കിൽ ജെന്യൂനായ സീക്രട്ട് കീപ്പറാണോ? അതുപോലെ തന്നെ
മറ്റൊരാളുടെ ലൈഫിലെ ഒരു ബെസ്റ്റ് ഹീലിംഗ് പേഴ്സൺ ആണോ നിങ്ങൾ? സ്വയം ഒന്ന് ആലോചിച്ച് നോക്കാം. ഇഫ് ദ ആൻസർ ഈസ് യെസ്, നിങ്ങൾക്ക് കിട്ടുന്നൊരു ഫീലിംഗ് ഉണ്ടാവും. ശരിയല്ലേ?